എമ്പുരാൻ സിനിമയെക്കുറിച്ച് അഭിപ്രായം പറയണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അതിനു മുമ്പ് തന്നെ പലരും വിളിച്ച് ചോദിച്ചു, എമ്പുരാൻ സിനിമ കാണാവോ? അപ്പം ഞാൻ മറുപടി പറഞ്ഞത്, ഒരു കലയ്ക്കും ക്രൈസ്തവ സമൂഹത്തിൽ വിലക്കില്ല. അതുകൊണ്ട് ഏത് സിനിമയും പോയി കാണാം. കാരണം ക്രൈസ്തവ വിശ്വാസത്തെക്കുറിച്ച് അവബോധമുള്ള ഒരു സമൂഹമാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് നല്ലതേത് അല്ലെങ്കിൽ തീയതേത് എന്ന് മനസ്സിലാക്കുകയും നല്ലതിനെ സ്വീകരിക്കാനും കൊള്ളരുതാത്തതിനെ തള്ളാനുമൊക്കെയുള്ള പ്രാപ്തിയുള്ള ഒരു സമൂഹമാണ് ക്രൈസ്തവം ഇവിടെ. മാത്രവുമല്ല, എടുത്തുചാട്ടം ഇല്ലാത്തതും പക്വതയോടുകൂടി കാര്യങ്ങൾ കാണുന്നതുമായ ഒരു സമൂഹം. അതെന്തുകൊണ്ടാണ്? ക്രൈസ്തവികത തന്നെ സമഭാവനയും സമാധാനവും പ്രത്യേകിച്ച് രാജ്യത്തോടുള്ള സ്നേഹവും ഒക്കെയാണ് മുമ്പിൽ നിർത്തുന്നത്. അപ്പം അതുകൊണ്ട് അതേസമയത്ത് തിന്മ കണ്ട അതിശക്തമായിട്ട് പ്രതികരിക്കുകയും ചെയ്യും. ഈയിടെ ഒരാൾ യൂട്യൂബർ ചോദിക്കുന്ന കേട്ടും, ക്രിസ്ത്യാനികളിലെ ആണുങ്ങളില്ലേ ഇത്രയും അവഹേളനമൊക്കെ ഉണ്ടായിട്ടൊന്നും ആരും പ്രതികരിക്കുന്നില്ല അർത്ഥത്തിലാണ്. ക്രിസ്ത്യാനിലെ ആണുങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ എടുത്തിയാടുകയില്ല. സാവധാനത്തിലേ ഉള്ളൂ. സാവധാനത്തിലായ എന്താ പ്രയോജനം? നേരത്തെ ഇറങ്ങുന്നതിന് മുമ്പായിരുന്നെങ്കിൽ, അല്ല ഇറങ്ങിക്കഴിഞ്ഞ ഉടനെ ആയിരുന്നെങ്കിൽ ഈ കട്ടിങ്ങൊക്കെ വരുമ്പോൾ അതൊക്കെ ഗൗരവമായിട്ട് എടുക്കില്ലേ എന്ന ചോദ്യം അതാപ്രസക്തമാണ്. കാരണം ഇത് സംവിധാനം ചെയ്തവരാരും കട്ട് ചെയ്യാനൊന്നും പോകുന്നില്ലെന്നുള്ള എല്ലാവർക്കും അറിയാം. എന്നാൽ ഇതേക്കുറിച്ചുള്ള പ്രതികരണങ്ങൾ ജനത്തിന് നൽകേണ്ടത് ആവശ്യമുണ്ട്. എമ്പുരാൻ എന്ന പേര് തന്നെ തമ്പുരാൻ്റെ വക്രീകരിച്ച രൂപമാണെന്ന് ആർക്കറിയാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് അതേസമയത്ത് തന്നെ ഇങ്ങനെ ഒരു കലാസൃഷ്ടിയുടെ പിമ്പിലെ കഠിനാധ്വാനത്തെയും അതിൻ്റെ പിമ്പിലെ തപസ്യയും ഒക്കെ നമ്മൾ അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. എന്താണ്, ചെറുപ്പക്കാരനായ ഒരു സംവിധായകൻ അദ്ദേഹത്തെ അഭിനന്ദിക്കണം, അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനത്തെ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റില്ല. അതിൻ്റെ കഥയും അതിൻ്റെ തിരക്കഥയും അതിൻ്റെ സംഭാഷണവും അതിൻ്റെ അഭിനയവും ഒരു വിധത്തിൽ പറഞ്ഞാൽ ഹോളിവുഡിനെ തുലനം ചെയ്യത്തക്ക രീതിയിലുള്ള ആവിഷ്കാരമാണെന്നാണ് വിലയിരുത്തൽ പറയുന്നത്. അപ്പം അതുകൊണ്ട് അത് അഭിനന്ദിക്കാതിരിക്കാൻ പറ്റുകയില്ല. അതേസമയത്ത് ഇതിനകത്തുള്ള വിഷയം പലപ്പോഴും ആളുകൾ നേരായി വെളിവായി കാണുന്നില്ല. നമ്മുടെ ഗുജറാത്ത് കലാപം മാത്രമാണ് അവിടെ പൊന്തി നിൽക്കുന്നതെന്ന രീതിയിലാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെയാണല്ലോ RSSും ബജ്രംഗ് ദളുമൊക്കെ അതികഠിനമായിട്ട് റിയാക്ട് ചെയ്യുകയും BJP പ്രസ്ഥാനം തന്നെ എതിരിടുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഗുജറാത്ത് കലാപത്തിലെ സ്ത്രീകളും കുഞ്ഞുങ്ങളും ഒക്കെ നിഷ്കരണം വധിക്കപ്പെട്ട ആ സംഭവങ്ങളൊക്കെ അതേപടി ആവിഷ്കരിക്കുന്നത് ആർക്കൊക്കെ നോവാതിരിക്കില്ല. അപ്പോൾ അതിന് പ്രതികരിക്കുകയും ചെയ്യും. അതേസമയത്ത് ഗോദ്ര സംഭവത്തെ പരാമർശിച്ച് കടന്നു പോകുന്നല്ലാതെ അതതിൻ്റെ വിശദാംശങ്ങളിലേക്കിട്ട് കടക്കുന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് വാസ്തവത്തിൽ സിനിമകളും സൃഷ്ടികളൊക്കെ എന്തിനാണ്? സമൂഹത്തിൻ്റെ തിരുത്തൽ ശക്തിയായിട്ട് നിൽക്കാനാണ്. നമ്മുടെ ചരിത്രത്തിലും കേരള ചരിത്രത്തിൽ നമുക്കറിയാം അടിസ്ഥാനപരമായ വ്യവസ്ഥിതികളെ മാറ്റിയിട്ടുണ്ട് ഒരുപാട് കലാസൃഷ്ടികൾ. ഉദാഹരണം പറഞ്ഞാൽ നീ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കുന്ന നാടകം, അല്ലെങ്കിൽ രാമായണം എന്ന് പറയുന്ന സിനിമ. BJP ഈ രംഗത്തേക്ക് കടന്നു വന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വഴി ഈ സിനിമയാണെന്ന കാര്യം ആർക്കും അറിയാൻ പാടില്ല. അത് ഒരുപാട് മനുഷ്യഹൃദയങ്ങളെ സ്വാധീനിച്ചു. പക്ഷേ ഇതിൻ്റെ ഫലമായിട്ട് വരേണ്ടത് നീതിയും തുല്യതയും സമത്വവും ഒക്കെയാണ്. അവിടെ നമുക്ക് പ്രശ്നം. ഇപ്പം പെട്ടെന്ന് പ്രതികരണം ഉണ്ടായപ്പോൾ 17 വെട്ടുമെന്നൊക്കെ പറയുന്നു. എന്നിട്ട് ഒരു ക്ഷമാപണമൊക്കെ നടത്തി. പക്ഷേ അത് എന്നാ വെട്ടി 2 മിനിറ്റ് നേരത്തേക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ വിവാദം വീണ്ടും അത് വളർത്തിയെടുത്ത് ഹൈപ്പ് വർദ്ധിപ്പിച്ച് തിയേറ്ററുകൾ നിറയ്ക്കുക എന്നുള്ള ലക്ഷ്യമല്ലാതെ അതുകൊണ്ടൊന്നും വലിയ നന്മയുണ്ടാകുമെന്ന് കരുതുന്നില്ല. അതായത് അതുതന്നെയാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട. ഇത്രയും വലിയ വിവാദം ഉണ്ടായപ്പോഴാണല്ലോ തിയേറ്ററുകൾ നിറയാനിടയായത്. അപ്പോൾ അതതിൻ്റെ സംവിധായകനെ സംബന്ധിച്ചിടത്തോളം പണം മുടക്കിയതിനെ സംബന്ധിച്ച് തിരിച്ചു കിട്ടണം, ലാഭം ഉണ്ടാകും, അതൊരു സ്വാഭാവികമാണ്. ഇതിപ്പോൾ വാസ്തവത്തിൽ നോക്കിയാൽ ബ്രാഹ്മണ്യത്തോടുള്ള ഒരു എതിർപ്പെന്ന നിലയിൽ അതിനെ തുടച്ചു നീക്കാനുള്ള ഒരു കാര്യമാണോ, അതോ പണസമ്പാദന ലക്ഷ്യമാണോ എന്നൊക്കെ നമുക്ക് ചോദിക്കാം. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് വാസ്തവത്തിൽ അതിനകത്ത് കാണുന്നത് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് കാണുന്ന ഒളിഞ്ഞു കിടക്കുന്ന ഒരു കാര്യം ക്രൈസ്തവ വിരുദ്ധതയാണ്. അത് ക്രിസ്ത്യാനികൾ സാവധാനത്തിൽ മനസ്സിലാക്കി വരികയുള്ളൂ. ക്രൈസ്തവ വിരുദ്ധയാണ്. ഈ സംവിധായകൻ തന്നെയാണെങ്കിൽ തന്നെയും മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട തുടർച്ചയായിട്ട് ബന്ധപ്പെട്ട് രൂപീകരിച്ചുള്ള സിനിമകളൊക്കെ തന്നെയും അതെല്ലാം അതിൻ്റെ ഉള്ളിൽ സാത്താൻ സേവയും ക്രൈസ്തവ വിരുദ്ധതയുമാണ് എന്ന് ആർക്കാണ് അറിയാൻ പാടില്ലാത്ത. അപ്പോൾ അതുകൊണ്ട് അക്കാര്യത്തെക്കുറിച്ച് ക്രൈസ്തവർ ബോധ്യം ഉണ്ടാകേണ്ടതാണ്. അപ്പോൾ അതേസമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരുപാട് വിമർശനങ്ങളുണ്ടായപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ അമ്മയ്ക്ക് വിഷമം വരും. ഏതമ്മയ്ക്ക് വിഷമം വരില്ല.
മകനെ കഠിനമായിട്ട് വിമർശിച്ചു. അതുകൊണ്ട് അമ്മ പറഞ്ഞു, ഞങ്ങൾ ഈശ്വര വിശ്വാസികളാണ്, ഈശ്വരൻ ഞങ്ങളെ രക്ഷിക്കട്ടെ എന്ന് വൃണദഹൃദയത്തോടെ അമ്മ പറയുന്നത് കേട്ടു. അമ്മയോട് നമുക്കും അനുകമ്പയുണ്ട്. പക്ഷേ അവിടെ ഒരു പ്രശ്നം, ആ മകനപ്പോൾ ദൈവത്തെ പിശാചിൻ്റെ കീഴിലാക്കുന്ന രീതിയിലാണെങ്കിൽ അപ്പോൾ അങ്ങനെ അനുകമ്പയുണ്ടാകുന്ന ദൈവപുത്രൻ പാപം ചെയ്താൽ യഹോവ അയക്കുന്ന കറുത്ത മാലാഖയാണെന്നൊക്കെ പറഞ്ഞ് പിടിപ്പിക്കുമ്പം അത് ആർക്കെതിരായിട്ടാണ് വെച്ചിരിക്കുന്നത്? ക്രൈസ്തവ വിശ്വാസത്തിനെ അടിത്തറക്കിട്ട് കൊട്ടുന്ന കൊട്ടാണത്. ഇപ്പം ദൈവത്തെ തന്നെ നിഷേധിക്കുന്ന രീതിയല്ലേ അത്. അപ്പം അതുകൊണ്ട് അതിനെയൊക്കെ ശക്തമായിട്ട് എതിർക്കാതിരിക്കാൻ പറ്റില്ല. എതിർക്കുകയും പ്രതികരിക്കുകയും ഒക്കെ വേണം എന്ന് വിചാരിച്ച് ബഹളം ഉണ്ടാക്കണം, കലാപം ഉണ്ടാക്കണം എന്നൊന്നും അതിനർത്ഥമില്ല. കാര്യങ്ങൾ അത് ഗ്രഹിക്കാനും അത് തിരിച്ചറിയാനുള്ള കഴിവ് നമുക്കുണ്ടാകേണ്ടതാണ്. അപ്പോൾ പിന്നെ ഇവിടെ സാംസ്കാരിക നായകരൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ ഈ ഓരോ ഇഷ്യൂ ഉണ്ടാകുമ്പോഴത്തേക്കും സാംസ്കാരിക നായകന്മാർ കൂടുതൽ അവർ ക്രൈസ്തവരല്ലാത്ത ആൾ തന്നെ ഇവർക്ക് എന്തായി ഇവരെയൊക്കെ വായി മൂടിക്കെട്ടിയിരിക്കുകയാണ്, ഒന്നും പ്രതികരിക്കുന്നില്ലല്ലോ. എന്താ ഞാൻ അത്ഭുതപ്പെടാറുണ്ട്, ഇവിടെ നാവൊക്കെ ഇറങ്ങിപ്പോയോ? ഇങ്ങനെയുള്ള സിനിമയൊക്കെ കാര്യമായിട്ട് കണ്ടൊക്കെ വിമർശിച്ചൊക്കെ പറഞ്ഞ് മറ്റുള്ളവർക്കൂടെ പറഞ്ഞു കൊടുക്കേണ്ടവരല്ലേ? അതിനകത്ത് തെറ്റും ശരിയൊക്കെ കാണിച്ചു കൊടുക്കേണ്ടവരല്ലേ ഇവരെ? അപ്പോൾ അവിടെയൊക്കെ ആരെയൊക്കെ ഭയപ്പെടുന്നു എന്നൊരു സത്യം അതിനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ ഇപ്പോൾ ക്ഷമയും മാപ്പും ഒക്കെ പറഞ്ഞതിന് മുമ്പിൽ കിടക്കുന്നത് എന്താ? അത് കേന്ദ്ര ഭരണകൂടം അല്പം പ്രതികരിച്ചാൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കും. NIA ഒക്കെ ഉള്ള സാഹചര്യങ്ങളാണ്. അതിൻ്റെ സാമ്പത്തിക വരവിനെക്കുറിച്ച് ചിലപ്പോൾ അന്വേഷണം വരാം, ED ഒക്കെ ഇടപെട്ടെന്ന് വരാം. ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് ഈ ക്ഷമാപണം എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് വാസ്തവത്തിൽ ഇതിനകത്ത് ഈ വരുന്ന ഫണ്ട് എവിടെ നിന്നാണ് ഇതൊക്കെ അന്വേഷിക്കേണ്ട കാര്യമാണ്. ടെറർ ഫണ്ട് എന്ന് പറയാറുണ്ടല്ലോ, ടെറർ ഫണ്ട് ഈ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങനെ ഒരു ഇടപാട് ഇതിനകത്ത് നടക്കുന്നുണ്ടോ? എന്താ ഇത്ര വലിയ കാര്യം? ഇറാഖ് എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് സിറോ മലബാർ സഭാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ്. അതായത് പഴയ ബിബ്ലിക്കൽ ലാംഗ്വേജ് വെച്ച് നോക്കിയാൽ ബാബിലോൺ അടിമത്തത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ. ഇവിടെയിലെ ഊർ എന്ന് പറയുന്ന പട്ടണത്തിൽ നിന്നാണ് വിശ്വാസത്തിന് പിതാവായ അബ്രഹാം ഇറങ്ങി പുറപ്പെട്ടു. ഈ ഊറിൻ്റെ ഇംഗ്ലീഷ് പദമാണ് ഇറാഖ് എന്ന് പറയും. അതിന് ഇറാഖിന് വളരെ ഗൗരവമായ ഒരു പ്രാധാന്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ കൽദായ സഭ എന്ന് അറിയപ്പെടുക ആസ്ഥാനം അത് വളരെ നമുക്ക് തന്നെ അറിയാം, വളരെ സ്കൂളിൽ വളരെ ഗൗരവമായിട്ട് കാര്യം പണ്ട് തൊട്ട് നൂറ്റാണ്ടുകളായിട്ട് നിലനിൽക്കുന്ന ഒരു സഭാസമൂഹമാണത്. ആ ക്രൈസ്തവ വിശ്വാസത്തിന് തന്നെ ഉറവിടത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണെന്നുള്ളത് ഒരു സംശയവുമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഇറാഖിലെ ഒരു പ്രത്യേക സ്ഥലം തന്നെ തിരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ അതിൻ്റെ പിൻപിലൊരു ദുരൂഹതയുണ്ട്. അതായത് ഈ ഗുജറാത്ത് കലാപം നടക്കുകയാണ് അതേ കാലഘട്ടത്തിൽ തന്നെയാണ് അവിടെ 25 ലക്ഷത്തോളം ഉണ്ടാകുന്ന ക്രൈസ്തവർ മുഴുവൻ കൊന്നൊടുക്കിയിട്ട് കുറേ പേർ പലായനവും ചെയ്തിട്ട് അവിടെ ഈ പറയുന്ന ഒരു ദേവാലയം തകർത്ത് തരിപ്പണമാക്കി അതിൻ്റെ അവശിഷ്ടത്തിൻ്റെ മുമ്പിൽ ഇരുന്നു കൊണ്ടാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണ് അത് തന്നെ തിരഞ്ഞെടുത്തത്? വേറെ എന്തെല്ലാം എവിടെയെല്ലാം ബാഗ്ദാദിലില്ലായിരുന്നു സ്ഥലം, മറ്റ് രാജ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ള സ്ഥലം. ഇതെന്തിനു വേണ്ടി അങ്ങനെ കൃത്യമായിട്ട് ആ സ്ഥലം തിരഞ്ഞെടുത്ത് ക്രൈസ്തവരെ കൂട്ടക്കൊല ചെയ്തതിനെ നീതീകരിക്കുകയാണോ മഹത്വീകരിക്കുകയാണോ ആണോ എന്ന് നമ്മൾ തന്നെ സ്വയം ചോദിക്കേണ്ട കാര്യമാണ്. വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ അവിടെയുള്ള പാത്രിയർക്കീസ് എൻ്റെ സഹപാഠിയാണ്. അദ്ദേഹത്തോട് അടുപ്പവും ബന്ധവും ഒക്കെയുണ്ട്. അതായത് അദ്ദേഹം റഫായൽ സാക്കോ എന്ന് പറയുന്നത് കാർഡിനൽ സാക്കോ, അദ്ദേഹം ഒരിക്കൽ നാട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ പരസ്പരം കണ്ടപ്പോൾ കെട്ടിപ്പിടിച്ച് ഭയങ്കരമായി, ഇപ്പോൾ അവരെ സ്വാഭാവികമായിട്ട് പരസ്പരം കാണുമ്പോൾ ആശ്ലേഷിക്കുന്ന രീതിയാണല്ലോ ആ ഭാഗത്തൊക്കെ ഉള്ളത്. അതുപോലെ ആശ്ലേഷിച്ച് കഴിഞ്ഞാൽ നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണിലൂടെ കണ്ണുനീര് ധാരതായിട്ട് ഒഴുകുകയാണ്. ഇപ്പം ഞങ്ങൾ പഠിച്ച കോളേജുകളിൽ താമസിച്ച ഹോസ്റ്റലിൽ ഒക്കെ ഞങ്ങൾ കെട്ടിപ്പിടിച്ച് അതുപോലെ ഇങ്ങനെ തോളെ കൈയിട്ടൊക്കെ മറന്നതാണ് ഇന്നത്തെ പഠിച്ച കാലഘട്ടങ്ങളിലൊക്കെ. അദ്ദേഹത്തെ ഇതുപോലെ കരയുന്ന കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ വാട്ട് ഹാപ്പൻ ടു സാക്കോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ് മൈ ചർച്ച് ഇസ് ഡിസ്ട്രോയ്ഡ്, എൻ്റെ സഭയെ അവർ നശിപ്പിച്ച് കളഞ്ഞു. We were 25 and now we are only 3 lakhs of people, or others are dead and also some other fled. Everywhere is terror. ഇത് പറഞ്ഞതുകൊണ്ട് കണ്ണീര് വാർത്തിട്ട് അദ്ദേഹം പറഞ്ഞു ഐ ഡിഡ് നോട്ട് ഫ്ലീ, ഐ റിമെയിൻ ദെയർ ഇൻ ദ മിഡ്സ്റ്റ്. ധീരനാണ് അദ്ദേഹം. ഒരുപക്ഷെ നോബൽ പ്രൈസ് അദ്ദേഹത്തിൻ്റെ പേര് പോകാൻ സാധ്യതയുണ്ട്. വളരെ ധീരതയോടുകൂടി അവിടെ അവശേഷിച്ച ആൾക്കാർ കൂടെ നിന്നു. അപ്പോൾ അവിടെ അങ്ങനെയുള്ള സാഹചര്യം ലക്ഷം പേരെ കൊന്നൊടുക്കിയെന്ന് പറയാം. ഇതൊന്നും മാധ്യമങ്ങളൊന്നും വരില്ലല്ലോ. അസർബൈജാനിൽ സംഭവിച്ച മാധ്യമങ്ങളിൽ വന്നോ? അസർബൈജാനിൽ 1,25,000 ക്രൈസ്തവരെ ഇതുപോലെ തന്നെ പീഡിപ്പിച്ചിട്ട് പലായനം ചെയ്യിപ്പിച്ചു. വല്ലവരും ഇവിടെ അറിഞ്ഞോ? ഏതെങ്കിലും മാധ്യമം എടുത്ത് പറഞ്ഞോ? അപ്പോൾ ഇവിടെയാണ് അതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം. അവിടെ ഇറാഖിലെ ഖരാഘോഷ് എന്ന് പറയുന്ന സ്ഥലത്ത് നഗരത്തിൽ ഒരു പള്ളിയുണ്ട്.
അത് തകർന്നു കിടക്കുന്ന പള്ളിയാണ്, അതിൻ്റെ അവശിഷ്ടം. അവിടെ പോയാണ് ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതെന്താ അപ്പം അതിൻ്റെ അർത്ഥം? അതായത് ഒരു ചെകുത്താൻ്റെ വാഴ്ച എന്ന നിലയിലാണ് ഈ പറയുന്ന തീവ്രവാദികൾ തുടച്ച് നീക്കിയ സ്ഥലത്ത് തന്നെ പോയി ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അതിനകത്ത് പറഞ്ഞ ചില വാചകങ്ങളൊക്കെ എന്ത് ചെയ്യാം, ദൈവപുത്രൻ പാപം ചെയ്തപ്പോൾ യഹോവ കറുത്ത മാലാഖയെ അയക്കുന്നു എന്ന് പള്ളിയുടെ മുമ്പിൽ വെച്ച ഡയലോഗ്. അതുകൊണ്ട് ഈ സംവിധായകൻ്റെ അമ്മയോട് പറയാനുള്ളത്, ഇതൊക്കെയാ സിനിമയ്ക്കകത്തെ വാചകങ്ങളെ. ദൈവപുത്രൻ പാപം ചെയ്തപ്പോൾ ആരെക്കുറിച്ചാണ് പറയുന്നത്? ഈശോ മിശിഹായെക്കുറിച്ച്, യേശു ക്രിസ്തുവിനെക്കുറിച്ച്. ആർക്ക് നിങ്ങൾക്ക് എന്നിൽ പാപം ആരോപിക്കാൻ പറ്റുമെന്ന് ചോദിക്കാൻ സാധിക്കുക ഒറ്റ ഏക വ്യക്തിയായി ലോകത്തിൽ. ആർക്ക് എന്നിൽ പാപം ആരോപിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ കറയില്ലാത്ത ദൈവത്തിൻ്റെ പരിശുദ്ധി, ദൈവവിശ്വാസത്തിൽ 3 വ്യക്തികൾ ദൈവത്തിലുള്ളതിൽ രണ്ടാമത്തെ ആൾ മനുഷ്യനായിട്ട് അവതരിച്ച മനുഷ്യൻ്റെ പാപഭാരം ഹൃദയത്തിലേറ്റിക്കൊണ്ട് പാപത്തിന് പരിഹാരമായി തൻ്റെ സമർപ്പിച്ച് പീഡകൾ ഏറ്റുവാങ്ങിയിട്ട് കുരിശിൽ തറയ്ക്കപ്പെട്ട് വധിക്കപ്പെട്ട ആളിനെക്കുറിച്ചാണ് ഈ പറയുന്നത്. ദൈവപുത്രൻ പാപം ചെയ്തപ്പോൾ യഹോവ കറുത്ത മാലാഖയായി, ലൂസിഫറിനെ കുറിച്ചാണ് പറയും. ഇതിനകത്ത് ഏറ്റവും മുഴച്ചു നിൽക്കുന്ന ആൾ ലൂസിഫറാണ്. അദ്ദേഹത്തെ പ്രൊമോട്ട് ചെയ്തിരിക്കുക, സാത്താൻ വർഷിപ്പിൻ്റെ ആളാണല്ലോ. അപ്പോൾ അതാണ് നമുക്ക് ക്രൈസ്തവർക്ക് വളരെയധികം വേദനാജനകമായിട്ടുള്ളൊരു കാര്യം. അത് സംശയരഹിതമായിട്ട് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്, പ്രതികരിക്കേണ്ടതാണ്. നമുക്കറിയാം, വെറുതെ ചോദ്യം ചെയ്താൽ ഒരു പ്രതികരണമോ ഒരു പ്രയോജനമില്ലെന്ന് ഞങ്ങൾക്കറിയാം. എങ്കിലും ഇവിടെയുള്ള ആളുകളെ ക്രൈസ്തവർ മണ്ടന്മാരാണ് എന്നാരും ധരിക്കരുത്, ചോദിക്കാൻ ആണുങ്ങളില്ലേ എന്നാരും ചോദിക്കരുത്. ഈ കാര്യങ്ങൾക്ക് ഞങ്ങളൊക്കെ മനസ്സിലാവുകയൊക്കെ ചെയ്യും. പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു വഴികളുണ്ട് പ്രതികരണത്തിൻ്റെ രീതിയും. കാരണം ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനെ ഞങ്ങളുടെ കൂടെ ഉയർത്തെഴുന്നേറ്റ് നിൽക്കുന്ന ഞങ്ങളുടെ കൂടെ തന്നെയുള്ള ആത്മാവിൽ ഞങ്ങളുടെ ഉള്ളിൽ ജീവിക്കുന്ന ആളാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അതേക്കുറിച്ച് പരാതിയും കാര്യങ്ങളും നിങ്ങളോടാരോടുമില്ല. അതങ്ങ് നേരെ അദ്ദേഹത്തോട് തന്നെ പറയും, അതിൻ്റെ ഫലം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അത് എന്തെല്ലാം രാജ്യങ്ങളുണ്ടായിരുന്നു ഷൂട്ട് ചെയ്യാൻ? യമൻ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനോ, കാരാഘോഷ്. എന്തുകൊണ്ടാണ് എർദഗോൻ്റെ തുർക്കിയോട് ഇത്ര വലിയ താല്പര്യം? അപ്പോൾ അതുകൊണ്ടാണ് ഈ ടെറർ ഫണ്ടിൻ്റെ ഒഴുക്കിൻ്റെ പിൻപിൽ ഇങ്ങനെയുള്ള ആളുകളുള്ള ബന്ധം. അത് ആരെങ്കിലും ആരോപിച്ചാൽ കുറ്റപ്പെടുത്താൻ പറ്റുമോ? അതുകൊണ്ടാണ് ഒരു പക്ഷേ ഇതിനകത്തേക്ക് ഇടിയൊക്കെ അന്വേഷണം വേണ്ടി വരുന്നത്. എവിടെ നിന്നാണ് ഈ പണത്തിൻ്റെ ഒഴുക്ക്? അവരുടെ ഉദ്ദേശം എന്താണ്, ലക്ഷ്യം എന്താണ്? ഒരുപക്ഷെ സംവിധായകൻ അതിനകത്ത് ലക്ഷ്യമുണ്ടോ ഇല്ലെന്നറിയാം. എന്തായാലും അദ്ദേഹം സൃഷ്ടിച്ചു വെച്ച സിനിമകളിൽ നല്ലൊരു ശതമാനവും ക്രൈസ്തവ അവഹേളനമാണ്. അത് സംശയമില്ലാത്തൊരു കാര്യം. ആ രീതിയിലാണ് ദൈവത്തിൽ അല്ലെങ്കിൽ ബൈബിളിൽ ഇല്ലാത്ത ഭാഗങ്ങളെ ദൈവവചനമാക്കിയൊക്കെ അവതരിപ്പിക്കുന്ന രീതിയൊക്കെ അതിനകത്ത് കണ്ടു. തന്നെയിൽ അതിനകത്ത് വന്നിരിക്കുന്ന നായകന് അദ്ദേഹം പറയുന്ന കാറ് 666 ബിബ്ലിക്കലി പറഞ്ഞാൽ 6 ഇംപെർഫെക്ഷനാണ് എന്ന് പറഞ്ഞാൽ പിശാചിൻ്റെ നമ്പരാണ്. 777 ക്രിസ്തുവിൻ്റെ നമ്പർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് പെർഫെക്ഷൻ. 3 പെർഫെക്റ്റ് നമ്പരാണ്, 7 പെർഫെക്റ്റ് നമ്പരാണ്. 3 പ്രാവശ്യം 7 വന്നാൽ അനന്ത പൂർണ്ണത എന്നുള്ള അതിൻ്റെ അർത്ഥം. ജീസസ് ക്രൈസ്റ്റ് ഈസ് 777. അതേസമയത്ത് ഇംപെർഫെക്ഷൻ 6. അതുകൊണ്ടാണ് 666 എന്ന് പറയും. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യം. 6 ഇംപെർഫെക്ഷൻ, 3 പ്രാവശ്യം വന്നാൽ എക്സ്ട്രീം ഇംപെർഫെക്ഷനാണ്. ദാറ്റ് ഈസ് ചൈത്താനം. ആ നമ്പറാണ് ഈ വണ്ടിക്ക് കൊടുത്തിരിക്കും, ഈ കാറിന് കൊടുത്തിരിക്കും. ആലോചിച്ച് നോക്കണം. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണ്? സാപ്താംബർഷിപ്പ് തന്നെയല്ലേ എന്ന കാര്യം നമ്മൾ ചോദിക്കേണ്ടതാണ്. അതുപോലെ തന്നെ FF എന്ന് പറയുന്ന കാര്യങ്ങളും 616 ഇതൊക്കെ അവരോട് ബന്ധപ്പെട്ട നമ്പറുകളാണ്. അപ്പം സാത്താൻ്റെ സ്തുതികളാണ് കൂടുതലായിട്ട് കടന്നു വരുന്നത് ഇതിനകത്ത്. സാത്താനെ, അതായത് അവിടെ ഈ ദേവാലയത്തിൽ അറ്റാക്ക് വരികയും അവസാനം അതിൻ്റെ മുകളിൽ കുരിശ് കഴുത്തൊടിഞ്ഞ് താഴെ വീഴുകയും അതിൻ്റെ അതിനെ ചുറ്റും ഒരു പാമ്പ് ചുറ്റുകയും എന്ന് പറഞ്ഞാൽ പാമ്പ് പിശാചിക്ക് അടയാളമാണല്ലോ എന്ന് പറയാൻ പോകുന്നത് എന്താണ്? കുരിശിനെ കീഴടക്കിയിരിക്കുന്നു സാത്താൻ. അതായത് സാത്താൻ വിജയിച്ചിരിക്കും, ദൈവത്വം തോറ്റിരിക്കും. അങ്ങനെ അതിന് ശേഷം എന്താ സംഭവിക്കുന്നത്? ഈ ഭാഗത്തിൻ്റെ കുരിശ് താഴോട്ട് വീണിട്ട് ആ കുരിശിൻ്റെ ഒരു ഭാഗം L എന്ന് പറയുന്ന ആ ഭാഗം മാത്രം അവശേഷിക്കുമ്പോൾ എൻ്റെ അർത്ഥം ലൂസിഫർ ജയിച്ചിരിക്കുന്നു എന്നാണ്. അതായത് ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു പരാജയപ്പെട്ടിരിക്കും, ലൂസിഫർ ജയിച്ചിരിക്കും. ആരെ വിഴുങ്ങണമെന്ന് വിചാരിച്ച് അലറി നടക്കുകയാണ് സാത്താൻ എന്ന വേദപുസ്തകത്തിൽ കൃത്യമായിട്ട് പത്രോസ്ലീഹ പറയുന്നുണ്ട്. അതൊക്കെ വേറെ കാര്യം. പക്ഷേ അവൻ അലറി നടക്കുകയുള്ളൂ. അപ്പം അതിനകത്ത് വേറൊരു കാര്യം കൂടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇവനെ കർത്താവിൻ്റെ 2ാമത്തെ വരവിലുണ്ടല്ലോ, അതിശക്തമായ രീതിയിൽ അവൻ എടുക്കപ്പെടും. പരിപൂർണമായിട്ട് അദ്ദേഹത്തിൻ്റെ ദൈവപുത്രൻ്റെ വചനത്തിൽ നിന്ന് ഇവൻ നിർമ്മാർജ്ജനം ചെയ്യപ്പെടും എന്നുള്ളതാണ് ക്രൈസ്തവ വിശ്വാസം. അതുകൊണ്ട് അവൻ ഇതിലെ അലറി നടപ്പുണ്ട്, അത് ഇവിടെയൊക്കെ നടപ്പുണ്ട്, അത് ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല. പക്ഷേ അവനൊരിക്കലും വിജയിക്കാൻ പോകുന്നില്ല. അപ്പോൾ ക്രൈസ്തവ വിശ്വാസത്തിന് പ്രത്യാശ തകർക്കത്തക്ക രീതിയിലാണ്
ഈ പിശാചിനെ മൗത്തീകരിച്ചിരിക്കുന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട. അപ്പം അതുകൊണ്ട് തന്നെ നീതിമാൻ എന്തുകൊണ്ടാണ് അവനെ ദുഷ്ടന്മാരെ പനപോലെ സങ്കീർത്തനം 92:12 നീതിമാൻ പനപോലെ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വക്രീകരിച്ച് ദൈവജനത്തെയൊക്കെ അതിൻ്റെ അർത്ഥം എടുത്ത് മാറ്റിയിട്ട് അതിൻ്റെ റൂട്ടിൽ നിന്ന് പറിച്ച് മാറ്റിയിട്ട് തനിക്ക് തോന്നിയ അർത്ഥമൊക്കെ കൊടുത്ത് അവതരിപ്പിക്കുന്ന രീതിയൊക്കെ അതൊരു യേശുക്രിസ്തുവിനെ ആ പാപം ചെയ്തെന്ന് പറയില്ലേ, ദൈവത്തിൻ്റെ പുത്രൻ തെറ്റ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞല്ലോ, എന്നിൽ പാപം ആരോപിക്കാൻ ആർക്ക് സാധിക്കുമെന്ന് ചോദിച്ച ഏക വ്യക്തിയാണ് കർത്താവ്. ആ പുള്ളി തെറ്റ് ചെയ്ത് കഴിയുമ്പോൾ അങ്ങേരെ രക്ഷിക്കാൻ വേണ്ടി സാത്താൻ തന്നെ വരണം എന്നാണ് കറുത്ത മാലാഖ എന്ന് പറയും. അപ്പോൾ കരാഘോഷ് എന്ന് പറയുന്ന ഈ പറയുന്ന ക്രിസ്ത്യൻ നഗരത്തിലെ ISIS കൂട്ടക്കൊല നടത്തിയ പള്ളിയിലും അവിടുന്ന് തകർക്കപ്പെട്ട് കിടക്കുന്ന കുരിശ് അത് വേറെ എങ്ങും പോകാൻ പാടില്ലായിരുന്നു. ബാഗ്ദാദിന് പോകാമായിരുന്നല്ലോ, എന്ത് തിരഞ്ഞെടുത്തില്ല. അതുകൊണ്ട് ഈ പള്ളിയുടെ ഫ്രണ്ടിൽ വെച്ച് തന്നെ ശക്തമായ രീതിയിൽ ഈ ആവിഷ്കാരം നടത്തുന്നതിനോട് അതിശക്തമായ പ്രതിഷേധമുണ്ട്. അതിന് അതിശക്തമായിട്ട് അപലപിക്കുകയാണ്. അത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നേരത്തെ പറഞ്ഞാൽ തന്നെ ഇതൊന്നും എടുത്ത് മാറ്റില്ല. നമുക്കറിയാം ഈ പറയുന്ന 17 വെട്ടെന്നൊക്കെ പറയുന്നത് 2 മിനിറ്റ് നേരത്തേക്കാണ്. ആ വെട്ടൊക്കെ തന്നെ ഒരാളുടെ പേരങ്ങ് മാറ്റി ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ അല്ലേ ഉള്ളൂ. അവിടെ സ്ഥായിയായ മാറ്റമൊന്നും പറ്റുന്ന ഇവർ പോകുന്നുണ്ട്. പക്ഷേ ഇനിയെങ്കിലും ഭാവിയിലെങ്കിലും ഒരു സമൂഹത്തെ മുഴുവൻ അല്ലെങ്കിൽ അതിൻ്റെ വിശ്വാസത്തെ മുഴുവൻ കളങ്കം ചാർത്തുന്ന രീതിയിലേക്ക് ആരുടെയോ കയ്യിൽ ഉപകരണമായി ഈ പറയുന്ന സംവിധായകൻ സ്വയമായിട്ട് ഇത് കണ്ടെത്തിയെന്ന് ഞാൻ കരുതുന്നില്ല. അദ്ദേഹം ആരുടെയോ കയ്യിൽ ഭയങ്കര ഒരു പാത്രമായി ഉപകരണമായി ഒരു കളിപ്പാവയായിട്ട് ഈ കാര്യങ്ങളിലേക്ക് എന്താ പറയുക, ഞങ്ങൾ കീഴടക്കും ലോകം മുഴുവൻ, ഞങ്ങൾ മുഴുവൻ കീഴടക്കും, റോമിനെയും കീഴടക്കും എന്ന് പറഞ്ഞാൽ സഭയെ കീഴടക്കും, എല്ലാത്തെയും കീഴടക്കിയിട്ട് ഞങ്ങളുടെ ലോകം ഇവിടെ വരും എന്നൊക്കെ വിചാരിക്കുന്ന ചില വിഭാഗങ്ങളുടെ സ്വപ്നങ്ങളാണ് ഇവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത്. അത് നടക്കാൻ പോകുന്ന കാര്യമല്ല എന്ന കാര്യം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് കൊറിന്തോസ്യർക്ക് ലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 11-14 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്: പിശാച് പോലും പ്രഭാപൂർണനായ ദൈവദൂതനായി വേഷം കെട്ടാറുണ്ടല്ലോ. പിശാച് പോലും പ്രഭാപൂർണനായ ദൈവപുത്രൻ അല്ലെങ്കിൽ ദൈവദൂതനായി വേഷം കെട്ടാറുണ്ടല്ലോ. ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ്. അതായത് ഈ സിനിമ അത് സംവിധാനം ചെയ്ത ആൾക്കാരുടെ കഷ്ടപ്പാടിനെ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു, അതിന് ടെക്നോളജിയെ അങ്ങേയറ്റം പ്രശംസിക്കുന്നു. ഇതൊക്കെ ശരിയാണെങ്കിൽ തന്നെയും അതിനകത്തൂടെ വിഷമാണ് കടന്നു വരുന്നത് എന്നുള്ള കാര്യം യാതൊരു സംശയമില്ല. വിശ്വാസത്തെ മലീമസമാക്കുകയും തകർത്ത് കളയാൻ ശ്രമിക്കുകയും ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ വിശ്വാസം, വെറും പ്രത്യേകം ചെറിയ വിഭാഗമൊന്നുമില്ല, ലോകത്തിലെ ഏറ്റവും വലിയ വിശ്വാസ സംഹിതയാകുന്ന ക്രൈസ്തവികതയുടെ കഴുത്തിൽ കോടാലി വയ്ക്കുന്ന ഇത്തരത്തിലുള്ള സിനിമകൾ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിച്ചുകൊണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നത്. പോയി കാണുന്നവരെ ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് ഈ പടം ശരിക്കും കാണാനും അത് വ്യാഖ്യാനിക്കാനും വിവേകപൂർവ്വം കണ്ടെത്തുവാനും നിങ്ങൾക്ക് ഇടയാവട്ടെ.